തൃത്താല ഗ്രാമഭൂമൗ വരണ്ടുകുറ്റിക്കടവ് നാമ പ്രദേശാത് വെള്ളിയാങ്കൽ തീരം പ്രവഹതി സതി നിളാനദി കിഞ്ചിത് ആലോചനാമഗ്നേവ പ്രതിഭാതി. അഹോ ദീർഘയാത്ര ഇയം സമാപ്ത. ഇതാനീം പശ്ചിമപ്രദേശാത് ആഗതഃ ലവണരസയുക്തഃ മന്ദമാരുതഃ കർണയോः യത്കിഞ്ചന മന്ത്രയതീവ പ്രതിഭാതി. മന്ത്രമധുരസ്വരം തം ശ്രുത്വാ പുളകിതായ നിളായാമുഖം ലജ്ജയ അരുണമനോഹരം അഭവത്. കനകനൂപുരശിഞ്ചിതേന സഹ നിള പുനരപി യാത്രാം പ്രാരഭത്തെ. സാ ച തരംഗരൂപാൻ ആത്മഹസ്താൻ പ്രസാര്യ പശ്ചിമസാഗരം ദ്രഷ്ടും ഉത്കണ്ഠിതേവ പ്രവഹതി. ബ്രാഹ്മമുഹൂർത്തെ ഏവ തൃത്താല ഗ്രാമം ജാഗർത്തി. മന്ദാനിനേന സഹ ഗീതമേകം ശ്രൂയത്തെ. അഹോ അയം നൗകാകാരഃ വിനോദഃ ഗായതി. അനേകകാലാദാരഭ്യ അയമേവ നൗകാകാരഃ ജനാനാം നദീതരണായ സാഹായ്യം കരോതി. അത ഏവ അയം അത്ര ഗ്രാമേ സുവിദിതം കഥാപാത്രം ഭവതി. നിളാനദ്യാഃ ഉത്തരതീരഭൂമൗ സുസ്ഥിതാ ഖലു ഇതിഹാസപ്രഥിത തൃത്താല നാമ ഗ്രാമഭൂമിഃ ഭവതു ചരാമ വയം. വാദസ്യാസ്യ ലവണാംശമാസ്വാദ്യ വീഥീദൃശ്യാനി പശ്യന്ത വയം ചരാമ. ദൃശ്യതേ ച ഏതത് യജ്ഞേശ്വരം ക്ഷേത്രം. അത്ര ച മേഴത്തോൾ അഗ്നിഹോത്രി ഇതി ഇതിഹാസനായകഃ നവനവതി സംഖ്യാകാനി യജ്ഞാനി അനുഷ്ഠിതവാൻ. തസ്മിന്നേവ യാഗ അഗ്നികുണ്ഠേ പുനഃ വിഷ്ണുമഹേശ്വരൗ പ്രതിഷ്ഠിതൗ ഇതി പ്രസിദ്ധി. യജ്ഞേശ്വരം ക്ഷേത്രസ്യ ദക്ഷിണഭാഗേ ദൃശ്യമാനഃ അയം അശ്വത്ഥഃ ശതാഭിഷിക്തഃ ശതവർഷീയഃ ഇതി പ്രഥാ. അയം ച അശ്വത്ഥഃ അഗ്നിഹോത്രിണാ യാഗാവശ്യാർത്ഥം പ്രവർദ്ധിതഃ ഇതി ശ്രൂയത്തെ. അത ഏവ ഇതിഹാസപ്രസിദ്ധ ഏവ അയം മഹാൻ അശ്വത്ഥഃ. ഏകദാ അശനിപാതേന ച അസ്യ ഉത്തരശാഖ വിനഷ്ട. ഇദാനീന്തനകാലേ അപി ഷോഡശക്രിയാനുഷ്ഠാനാർത്ഥം അശ്വത്ഥസ്യ അസ്യ ശാഖ ഉപയുജ്യത്തെ. മഹാന്തം ഇമം വൃക്ഷം പ്രണമ്യ പരിക്രമ്യ ച വീഥ്യാ അനയാ ചരാമ. അശ്വത്ഥം പ്രദക്ഷിണീകൃത്യ പുരോദൃശ്യമാനേന മാർഗേണ ഗച്ഛാമ വയം. അഹോ ഏതത് പുരോദൃശ്യമാനം ഗൃഹം ഭവതി ചരിത്രപ്രസിദ്ധം വേമഞ്ചേരി ഇല്ലം. വേമഞ്ചേരി ഇല്ലം നാമ നമ്പൂതിരി ഗൃഹം. ഏതച്ച മേഴത്തോൾ ബ്രഹ്മദത്തൻ മഹാശയസ്യ ഗൃഹം ഭവതി. ഹോമാഹുതി ധൂളി ധൂസരാः ഗൃഹസ്യ അസ്യ ഭിത്തയः. ഏവം ച ഏതത് ഗൃഹം കേരളീയ ശ്രൗതപാരമ്പര്യസ്യ പ്രതീകമിവ വിരാജതി. പുനരപി ഏഷാ നിളാനദി പുരോദൃശ്യതി. വയം ച ചരാമ. അയം വാതഃ ജലബിന്ദുക്ലിന്നോ ഭവതി. അധുന ദൃശ്യമേകം അസ്മാകം മനസ്സി സഞ്ജായത്തെ. വേമഞ്ചേരി നമ്പൂതിരി ഗൃഹം അധുന ഗതകാല സംസ്കാരസ്യ പ്രതീകമിവ അവശിഷ്യതി. ഏഷാ ച രമണീ അന്തർജനം മഹാശയ. സാ ച ദോലാം ഉപവിശതി. അഹോ ഇയം കിം ഗതകാലചരിതാനി കഥയതി. ഏവം അവയോഃ പ്രതിഭാതി. ഗതകാലസ്മരണാനി അത്ര ഘനീഭൂതാനി ഇവ ദൃശ്യന്തി. ഗതകാല സംസ്കാരസ്യ സ്മൃതയഃ മനസി ജാഗ്രതി. അഹോ കേ ഇമേ അവഗതം. ഇമേ ഗൃഹസ്യാസ്യ ബ്രാഹ്മണകുമാരാः. തേ ച ഗതകാല യജ്ഞസംസ്കാരസംബന്ധീനി കഥാः ശ്രോതും ഉത്സുകാः ഇവ ദൃശ്യന്തി. ഇവിടുത്തെ പ്രസാദം എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ചന്ദനവും പൂവാണ് പ്രസാദം നമ്മൾ കൊടുക്കാം. ഇവിടെ എണ്ണയും പൂവാണ്. ആ പൂവ് എണ്ണയിൽ മുക്കിയിട്ട് നമ്മൾ വായിലിടും. അങ്ങനെയാണ് പതിവ്. പിന്നെ തെച്ചി, ഇവിടെ നടുമിറ്റത്ത് തെച്ചിൻ്റെ ആ തെച്ചിയിൽ 3 ഭഗവതിമാരുണ്ട്. നമ്മൾ ആ ഭഗവതിമാരെയും ദിവസേന നമസ്കരിക്കും. 2 ഭഗവതി നമ്മളുടെയാണ്. ഒരു ഭഗവതി ഈരാറ്റുമലി. യജ്ഞസ്ഥാനം സംരക്ഷ്യം ഇതി വാക്യസ്യ കലിദിന സംഖ്യാഗണനാനുസാരം 670+600 വർഷേഭ്യः പ്രാഗേവ പുണ്യഭൂമൗ ആസം
मेळतोळ अग्निहोत्रिणः जनिः अभूत्। स च अग्निहोत्री परयि इति अधकृतवनिताप्रभवस्य कुलस्य प्रथमः महात्मा पुरुषः आसीत् इति प्रसिद्धिः। कथा एषा श्रूयते अधुनापि। अधकृतकुलजनितां तरुणीं परिणीतवान् वररुचि इति। तदनन्तरं नीलातीरे वररुचिना त्यक्तं दिव्यशिशुम् आत्मपुत्रवत् परिचरणं कृत्वा प्रवर्धयामास वेमञ्चेरी नम्बूदिरीगृहस्य अन्तर्जनवनिता इति प्रसिद्धिः। कतिपयकालानन्तरं स्नातुम् आयातः अयं बालकः अस्मिन्नेव वरण्डुकुट्टि इति स्थलम् आगत्य नीलानद्याः प्रवाहस्य दिशागतियानमकरोत् इति श्रूयते। ताळिकिण्णमिति कैरल्या निर्दिश्यमाने पात्रे नदीसैगतभूमौ बालकः अग्निहोत्री शिवलिङ्गप्रतिष्ठाम् अकरोत्। स एव अधुना तृत्तालातेवर् इति प्रथितं देवस्थानम्। पूर्वाचारमनुसृत्य पादित्यशङ्कया अधुनापि वेमञ्चेरी नम्बूदिरीगृहस्थाः जनाः कालेऽस्मिन्नपि न देवाराधनं कुर्वन्ति। പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ആദ്യജാതനായ മേഴത്തൂർ അഗ്നിഹോത്രിയാണ് ശ്രീ തൃത്താല ശിവക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർത്താവ്. ഹൈദീയത്തിൽ പറയുന്നത് മാതിരി ബാല്യത്തിൽ അമ്മയോടൊപ്പം നിളയിൽ കുളിക്കാൻ വന്ന അഗ്നിഹോത്രി അമ്മ കൊണ്ടുവന്ന ഓട്ടുതാലത്തിൽ മണൽ വാരി കുഴച്ച് പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഐതിഹ്യം. മണൽ കൊണ്ടുള്ള ശിവലിംഗമായതിനാൽ ധാരയും ഇളനീർധാരയും മാത്രമേ ഇവിടെ നടത്താറുള്ളൂ. മറ്റുള്ള ദ്രവ്യങ്ങൾ കൊണ്ടുള്ള അഭിഷേകങ്ങൾ നടത്താറില്ല. താലത്തിൽ പ്രതിഷ്ഠിച്ച ഭഗവാനെ തൃത്താലത്തിലപ്പനെന്നും അതിലോപിച്ച് ഈ ദേശത്ത് നിന്ന് തൃത്താല എന്നും പേര് വന്നെന്നാണ് ഐതിഹ്യം പറയുന്നത്. തിരുത്താലം ഇതി വിശിഷ്ടപാത്രേ യാ പ്രതിഷ്ഠാ ആസീത് തസ്യാഹ അധിഷ്ഠാനഭൂമിഃ ഇത്യതഃ അയം ദേശഃ തൃത്താല ഇതി നാംന സുവിദിതോഭൂത്. അഥ ബുദ്ധമതപ്രഭാവേന കേരളേഷു യാഗസംസ്കാരः അസ്തം ഗതः. തസ്യ യാഗസംസ്കാരस्य പുനരുജ്ജീവനാർത്ഥം മേഴത്തോൾ അഗ്നിഹോത്രി മഹാശയः യഥാവിധി സോമയാഗം അനുഷ്ഠിതവാൻ ഇതി പ്രസിദ്ധി. 36 വർഷീയः അയം അഗ്നിഹോത്രി മഹാശയः 99 സംഖ്യാകാൻ യാഗാൻ അനുഷ്ഠിതവാൻ ഇതി പ്രഥ. തഥാ ച ശതക്രതോः അഗ്നിഹോത്രി സകാശാത് സ്ഥാനഭ്രംശമജായത. അതൈ ഇന്ദ്രः സ്വർഗാത് ഭൂമിം അഭ്യാഗതവാൻ. സ പുനഃ നദീതീരെ വിദ്യമാനസ്യ അശ്വത്ഥസ്യ ശാഖായാം തിരോഭൂത ഇവ അതിഷ്ഠത്. അനന്തരം ച സഹ ഇന്ദ്രഃ അഗ്നിഹോത്രിമഹാശയസ്യ പുരതഃ ആവിർബഭൂവ. തേന അനുഷ്ഠീയമാനഃ യാഗശ്ച തസ്യൈവ അനുമത്യ ഇന്ദ്രേണ നിരാകൃത ഇതി പ്രസിദ്ധിഃ. സന്തുഷ്ടഃ ദേവേന്ദ്രഃ തു അഗ്നിഹോത്രിമഹാശയായ കഞ്ചനം ദദൗ. തസ്യ ഫലാനുസാരം അഗ്നിഹോത്രിവംശജാനാം യാഗാനുഷ്ഠാനം വിനാപി യാഗഫലം ലഭ്യത്തെ. അന്യച്ച കിഞ്ചന ഐതിഹ്യമസ്തി. യാഗാർത്ഥം പ്രഭൂതം അക്ഷതം സംഭൃതമാസീത്. തഥാ സംഭൃതഃ ബൃഹദക്ഷതസംഘാതഃ ഏവ അനന്തരകാലേ അരികുന്ന് ഇതി കൈരള്യാം സുവിദിതപ്രദേശഃ അഭൂത്. തസ്യ സമീപപ്രദേശ ഏവ അധുനാ ഈരാറ്റിങ്ങൽ കോളനി ഇതി നാംന പ്രസിദ്ധോ ഭവതി. സ ഏവ പാക്കനാർ കോളനി ഇതി നാംന അപി അഭിധീയത്തെ. അത്ര അനേകേ ജനാः അധുനാ ജീവന്തി. ഈരാറ്റിങ്ങൽ കോളനി നിവാസിനः ചാത്തൻ സേവാ ഇതി കിഞ്ചന വിചിത്രം ആരാധനം കുർവന്തി. തത്ര പ്രദേശേസ്മിൻ തദർത്ഥം കശ്ചന മണ്ഡപः അപി അസ്തി. അസ്മിന്നേവ സ്ഥലേ അഗ്നിഹോത്രിണः കനിഷ്ഠः ഭ്രാതാ പ്രഥിതः പാക്കനാർ മഹാശയः സമാധിം പ്രവിഷ്ടവാൻ ഇതി ശ്രൂയത്തെ. പ്രദേശേ അസ്മിൻ അധുനാപി കശ്ചന വിശിഷ്ടः ആചാരः പ്രചലതി. യദി അത്ര യത് കശ്ചന മ്രിയത്തെ തർഹി കടമ്പൂർ ഇല്ലം ഇതി നമ്പൂതിരി ഗൃഹേ വിദ്യമാനः കശ്ചന ബ്രാഹ്മണः മരണാനന്തര സംബന്ധീ വ്രതം കരോതി. എൻ്റെ പേര് ഈരാറ്റിങ്ങൽ ശ്രീകണ്ഠൻ എന്നാണ്. പാക്കനാർ താഴ്വഴിയിൽ ഇപ്പോഴത്തെ കാരണവരാണ് ഞാനാണ് പാക്കനാർ അമ്പലത്തിൽ ഇപ്പോഴത്തെ പൂജാരി.
यज्ञेश्वरं क्षेत्रस्य पाकनार् कोळनी प्रदेशे च मध्ये कुम्मट्टिकाव इति प्रसिद्धः प्रदेशः अस्ति। सोऽपि निळानद्याः तीरे अपि तिष्ठति। अत्र च कश्चन महापरिमाणः कारस्करवृक्षः दृश्यते। पर्णानि च तस्य कषायिदत्वं नास्ति इति प्रसिद्धिः। अधुना अन्यापि कथा प्रचलति। अग्निहोत्रिणः गृहं कालान्तरे देवालयरूपेण परिणमितमिति श्रूयते। एकस्मिन् काले कावेरीनद्यां कश्चन जलगर्तो अदृश्यत। तस्य विनाशार्थम् अग्निहोत्री आमन्त्रितः। स च झटिति जलगर्ते निमग्नोऽभूत्। 3 दिनानन्तरमेव सः जलोपरि प्रत्यक्षोऽभवत्। तथा च तस्मिन् गर्ते शूलत्रयम् अदृश्यत। तच्च शूलत्रयं कस्यचन गन्धर्वस्य आसीत् इति श्रुतिः। अस्मिन् च शूलत्रये शूलमेकम् अग्निहोत्रिणः तृतीयपत्न्याः गृहम् आनीयत। द्वितीयं च शूलं वेळ्ळियाङ्गल् देशे प्रतिष्ठितं। तृतीयं च कोडिकुन्न देशे अपि स्थापितमिति प्रसिद्धिः। तत्र भवतः अग्निहोत्रिणः तृतीयपत्नी वेमञ्जेरी गृहस्था आसीत्। तथा हि तत्र प्रतिष्ठितं शूलम् अनन्तरकाले शिलादीपरूपत्वेन अदृश्यत इति कथा। वेमञ्जेरी नम्बूदिरी गृहम्। अत्र एव वररुचेः श्राद्धकर्मार्थं पन्दिरुकुलभ्रातरः सम्मिलिताः इति प्रथा। अस्य गृहस्य शिल्पशास्त्रवैदग्ध्यम् अतीव हृद्यम् असाधारणं च भवति। वास्तुविद्यायाः प्रावीण्यं तत्रस्थायां चतुश्शालायां दृश्यते। यज्ञशालापि तत्रैव तिष्ठति। पडिञ्ञाറ്റി इति प्रतीजिगृहे शान्तस्वरूपिणी भगवती प्रतिष्ठिता। मध्यमाङ्गणे पुनः भगवत्यः दुर्गा, भद्रकाली, कृष्णकाली प्रभृतयः प्रतिष्ठिताः। तत्रैव विद्यमाना पारन्दी नाम औषधिः नित्यपुष्पिणी एव। तत्र पुनः ब्राह्मणगृहप्रतीकत्वेन भासमानं मालतीमण्डपं न दृश्यते। एकदा पाकनार् महाशयः मृतायाः धेन्वाः ऊधः गृहीत्वा आविर्भूत इति प्रसिद्धिः। वेमञ्जेरी नम्बूदिरी गृहस्य देवालयपरिशुद्धिसंरक्षणाय तत्रस्थाः ब्राह्मणाः समीपस्थे पत्तायपुरा इति अन्यस्मिन् गृहे वासं चक्रिरे। वेमञ्जेरी नम्बूदिरी गृहे പ്രധാന യജ്ഞനാരി ഇതി യജമാനപത്നി ആസീത്. വറീപറ്റ വന്തിയകുലത്തിലെ മൂത്ത ആളാണ് അഗ്നിഹോത്രി. അഗ്നിഹോത്രി 3 വിവാഹം ചെയ്തിരുന്നു. അതിൽ ആദ്യത്തെ പത്നി ഇങ്ങോട്ട് അവിടുന്ന് അഗ്നിഹോത്രിയായിട്ട് ഈ ജാതി മത അടിസ്ഥാനത്തിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസം കൊണ്ട് പലരും പല ജാതിക്കാരാണല്ലോ. അപ്പോൾ ആ വ്യത്യാസം കൊണ്ട് തെറ്റിപ്പിരിഞ്ഞ് ഇങ്ങോട്ട് അഗ്നിഹോത്രിയോട് തൽക്കാലം ഒന്നുണ്ട് ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് ഉള്ള വംശപരമ്പരയാണ് ഇപ്പോൾ ഇവിടുത്തെ. ഇപ്പോഴും നിങ്ങൾ അവിടുന്ന് ഇപ്പൊ കുറേശ്ശെ കഴിച്ചിറങ്ങി. മുമ്പ് ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കില്ല അവിടുന്ന്. ഇപ്പോൾ മറ്റൊരു അലോഗ്യം ഇപ്പോഴത്തെയോ കുറേ തലമുറകളായിട്ടോ അലോഗ്യമൊന്നും ഇല്ലെങ്കിലും ഭക്ഷണം കഴിക്കില്ല ആ പഴയ ഇതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ 2 തലമുറ മുമ്പ് മുതൽക്ക് അതൊക്കെ കഴിച്ചിറങ്ങി. വെളുത്ത പട്ടതിരി എന്ന് പറയണത് ഒരു പേരാണ്, ഓരോരോ ശകാരപ്പേരെന്നാണ് അതിന് നമ്പൂതിരിമാരുടെ ഇടയിൽ പറയാം. ഈ മാറ്റിയ ദേശം എന്ന് പറയണത് സാധാരണ ആൾക്കാർക്ക് മാറ്റിയത്വങ്ങൾ ഉണ്ടല്ലോ, നമ്മളുടെ ചില സംഭവങ്ങൾ, അങ്ങനെയുള്ളതിൻ്റെ ഇതാണ് പ്രതീകമാണെന്നാണ് ഈ സാധാരണക്കാരത്. ഇവിടെ മാറ്റിയ ദേശം എന്ന് പറയുന്നത് അതല്ല, യാഗം മാറ്റിയതിൻ്റെ ഇതാണ്. അപ്പോൾ ആ നിലയ്ക്ക് സാധാരണ ഇല്ലപ്പേര് പറയാൻ്റെ ഓരോരോ വികടായിട്ടുള്ള ഇല്ലപ്പേര് പറയണതാണ്. വെളുത്തോട്ടേരി, കറുത്തോട്ടേരി, ചോപ്പൻ, അങ്ങനെയൊക്കെയുള്ള പേരുകൾ ഇതിക്കലത്തെ ഇല്ലങ്ങളിലെ ഓരോ ഞങ്ങളുടെയും ശരിക്കും ഇപ്പോൾ ഇടമരത്തെന്നാണ്. മറ്റേ അഗ്നിഹോത്രിയുടെ മറ്റേ സാക്ഷാൽ സ്ഥലം ഇവിടെ വെള്ളിയാങ്കല്ല് അവിടെ ഉള്ള സ്ഥലത്താണല്ലോ ഭഗവതി. ഇത് അപ്പോൾ അത് വടക്കേമനിയും ഇത് തെക്കേമനിയും ആയിട്ടാണ് എല്ലാവരും ഇപ്പോഴും പറഞ്ഞു പോരുന്നത്. ഭഗവതി ചൈതന്യം വാൽക്കണ്ണാടി ഇതി ദർപ്പണേ സ്വീകൃത്യ പ്രതിനിവൃത്തമാനായാः അഗ്നിഹോത്രിണः
द्वितीयपत्न्याः वंशपरम्परा सन्ततिरहिता सती कोडनाड् इति प्रसिद्धे नम्बूदिरिगृहे विलयं प्राप। निळायाः दक्षिणतीरे एव वेळ्ळियाङ्गल् इति पवित्रः पुराणप्रसिद्धः देशः अस्ति। अत्र रजतशूलं किञ्चन प्रतिष्ठितम्। रजतस्य च पुनः कैरल्यां वेळ्ळि इत्युच्यते। अत एव प्रदेशोऽयं वेळ्ळियाङ्गल् इति प्रसिद्धः जातः। स एव अग्निहोत्रिणः स्नानघट्टम्। अग्निहोत्रिणः वस्त्राङ्गः अत्र शिलायां पतितः इति श्रुति। एवं च तुलामासे श्राद्धकर्मार्थं बहवः व्रतिनः आगच्छन्ति। निळायाः उत्तरे तीरे वैद्यमठम् इति प्रसिद्धः भिषग्वरगृहम् अस्ति। अत्र ये जनाः पूर्विकाः भिषग्वराः आसन् तेऽपि अग्निहोत्रिसम्बन्धिन्यां कथायां भागभाजः भवन्ति। ഞങ്ങൾക്ക് മാത്രമേ യാഗശാലയിൽ പ്രവേശനമുള്ളൂ. യാഗശാലയിൽ തന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കാനൊരു ഒരു ഇതൊക്കെ ഉണ്ട്. ആ പേര് തോന്നില്ല. ഉൽക്കരപ്രദേശം എന്നാണ് അതിൻ്റെ പേര്. ഉൽക്കരപ്രദേശം അതാണ് പേര്. അതൊരു ഏതോ ഒരു കുണ്ടത്തിൻ്റെ അടുത്താണ്. അവിടെ ഇരിക്കാം. ഞങ്ങൾക്കൊരു പലക തരും. വേറെ ആർക്കും പലക യാഗശാലയിൽ കൊടുക്കാറില്ല. വൈദ്യമഠത്തിന് മാത്രമേ ഒരു പലക കൊടുക്കുള്ളൂ. പക്ഷേ ഇരിക്കേണ്ട ആൾ അതേ ഉള്ളൂ. വേറെ മറ്റവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി നടക്കണം. അപ്പോൾ ഇരിക്കേണ്ട വിഷയമില്ല. കാരണം ഈ 99 യാഗത്തിനും ശാലവൈദ്യനായിട്ട് വൈദ്യമഠായിരുന്നു, ബ്രഹ്മനായിട്ട് തമ്പ്രാക്കൾ വരുന്നു എന്നാണ് ഞാൻ ധരിച്ചിരിക്കണം. അപ്പോൾ കേട്ടുള്ളൂ. ഇതാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ള ഒരു കഥ. आयोधनकलायाः अधिपः आसीत् पन्दिरुकुलस्थ वडुदलनायर्। तृताल मेळतूर् अंशे कुण्डूळि नायर् गृहं भवति पन्दिरुकुलजात शूद्र वडुदलनायर् महाशयस्य गृहम्। देशाടനാവസരെ वरुरुचिं निलातीरे उपेक्षित बालम् एतद् गृहाङ्गाः पालितं भवेत्। അഗ്നിഹോത്രി യാഗം കഴിക്കുന്ന കാലത്ത് എൻ്റെ എല്ലാ സ്ഥാനമാനങ്ങളും മേൽനോട്ടം വഹിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് എത്തിയിട്ടുള്ള ഫാമിലി ചരിത്രപരമായി അങ്ങനെ പറഞ്ഞു. ബാലചികിത്സായാം അധികായോ ആസീത് ചാത്തൃനായർ മഹാശയഃ. യശശരീര ചാത്തൃനായർ മഹാശയസ്യ ചികിത്സാപുണ്യം പ്രഥമശിഷ്യ ഗംഗാധരൻ വൈദ്യർ മഹാശയേന നൂതന പരമ്പരാഹസ്തി. നിളായാः തീരെ അന്യോപി ദേശോ ഭവതി. തസ്യ നാമ ഭവതി കണ്ണനൂർ ഇതി. തത്രത്യः കസ്മിംശ്ചന ജലഗർത്തെ കോഴിപ്പരൽ നാമക അപൂർവः ധാതുः ദൃശ്യതി. വസ്തുബിംബപ്രതിഷ്ഠാപനാർത്ഥം ഉപയുജ്യത്തെ അപൂർവോയം ധാതു യജ്ഞസ്യ അഷ്ടബന്ധത്വേന ഉപയുജ്യതി. അത്രസ്ഥം ഭഗവതി ക്ഷേത്രം ച അതീവ പ്രസിദ്ധം. പശ്യന്തു ഭവന്തഃ, ഏതത്തു വീട്ടി ഭട്ടതിരിപ്പാട് മഹാശയസ്യ ഗൃഹം. ബ്രാഹ്മണസ്ത്രീ ശാപഭൂതഃ മറക്കുട ഇതി ദുരാചാരः ആസീത്. തം പ്രതി പ്രഥമഃ പ്രതിഷേധः വീട്ടി മഹോദയാത് ഏവ സമാരബ്ധഃ. സ്മര്യതാം തസ്യ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇതി നാടകതല്ലജം. മഹോദയസ്യ തസ്യ സഹധർമ്മിണി ശ്രീമതി ശ്രീദേവി കേരളീയ വിപ്ലവനായകസ്യ സ്വഭർത്തുഃ അനശ്വരസ്മരണാനി അനുസ്മരന്തി ദീർഘകാലപര്യന്തം ഗൃഹേസ്മിൻ കാലമയാപയത്. തൃത്താലദേശസ്യ കലാരത്നം ഭവതി ചെണ്ട ഇതി വാദ്യവിശേഷവിദഗ്ധഃ തൃത്താല കുഞ്ഞികൃഷ്ണപൊതുവാൾ മഹാശയഃ. സഹ അപി അസ്യൈവ വാദ്യവിശേഷസ്യ അനുഗൃഹീത കലാകാരസ്യ യശശരീരസ്യ തൃത്താല കേശവ മഹാഭാഗസ്യ മാതുലഃ ആസീത്. ഏതയോः കലാകാരയോः അനന്തരഗാമിനः അദ്യാപി സ്വകീയ വാദ്യസാധകേന തൃത്താലത്തേവർ ഇതി അഭിധീയമാനം ദേവം ഭഗവതിം ച ആരാധയന്തി. കുട്ടിക്കാലം മുതലൊക്കെ 7 വയസ്സ് മുതലൊക്കെ തൃത്താല അമ്പലത്തിൽ അടിയന്തരം കഴിച്ച് പോന്നിരുന്ന ആളാണ്. പിന്നെ കുട്ടികളൊക്കെ വലുതായപ്പോൾ പിന്നെ അവരായി കഴിക്കല്. പൂളിമരിക്കുന്ന പിന്നെ ഒരു 7-ാം തമ്പുരാൻ പിന്നെ പൊന്നാട് അണിയിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം വീരശൃംഖല അണിയിച്ചിട്ടുണ്ട്. 6-ാം തമ്പുരാനും അതെ, 7-ാം തമ്പുരാനും അതെ. വലിയ വേണ്ടിയിട്ടുള്ള ആളാണ്. വൈദ്യമഠത്തിൽ വെച്ചിട്ട് പിന്നെ 60-ാം പിറന്നാളിന് പിന്നെ
ഒരു വലിയൊരു മാല അണിയിച്ചു, രകം കെട്ടിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ പഠനായ തൃത്താല ഗ്രാമവാസിനാം സൗകര്യാർത്ഥം സോഷ്യലിസ്റ്റ് നേതാ जनप्रतिनिधिः च श्री के.बी. मेनोन महाशयः अत्र 350-19 वर्षे विद्यालयस्थापनमकरोत्. आरम्भवेलायां कार्यालयं विना केवलं 4 प्रकोष्ठाः एव आसन्. कालक्रमेण हयर् सेकेण्डरी पर्यन्तम् एषा विद्याशाला पुरोगति प्राप. श्रूयतां तृत्तालदेशस्य अन्यः च महिमा प्रकर्षः. सामूतिरी महाभागस्य राजकीयमन्दिरे ज्योतिषपण्डितपदवीम् अलङ्कुर्वताम् आलूर् पणिक्कर् महाशयानां प्रथिता 40 कळरी च देशस्य अस्य प्रतीच्यां दिशि वर्तते. ये ये भाग्यान्वेषिणः अत्र आगच्छन्ति ते सर्वे अपि तृत्तालदेशस्य अधिष्ठानदैवतं तृत्तालतेवरम् आराधयित्वा एव प्रतिनिवर्तन्ते. अद्य तु अत्र होमकुण्डाः न प्रज्वलन्ति. यज्ञदिनानि अतीतानि. गतकालस्य सर्वेऽपि महिमा प्रकर्षः अद्य केवलस्मरणरूपेणैव जनमनसि अवशिष्यते. पश्यतु निलायाः अधुनातनी अवस्था.